ഉൻ ധൈര്യം എനിക്ക് പിടിച്ചിருக்கு. പക്ഷേ ഈ കഥയുടെ ക്ലൈമാക്സ് ഞാൻ എഴുതും. ഈ പ്രാവശ്യം എന്താന്ന് പറ. ഏറ്റവും മുകളിൽ 3 ഡൈസ്. നമ്പർ 1. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ചൂതാട്ടത്തിൽ വിജയിക്കാനുള്ള രഹസ്യം എന്താണെന്നറിയാലോ? ഒന്ന് മാത്രം, ചൂത് കളിക്കരുത്. കാരണം അത് കളിയല്ല, കബളിപ്പിക്കലാണ്. ഈ കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്റെ അച്ഛൻ ഈ കളി വെച്ചാണ് അവർ കൊന്നത്. ഇപ്രാവശ്യം എത്രയാണ്? 0. ഇത്തരം കളികൾ ഓരോ നിമിഷവും മരണക്കളിയാ. നീ ചിലപ്പം മരിച്ചു പോകാം. മരിക്കുന്നതിന് മുൻപ് എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ കൊന്നിരിക്കും. ഇതെന്റെ വാക്കാണ്. നടാഷ ഗോംസ്, ഗോവയിലെ അണ്ടർഗ്രൗണ്ട് കസിനോ പ്രൈഡിന്റെ റാണി. അവിടെ ഇല്ലീഗലി കോടിക്കണക്കിന് രൂപ ചൂത് കളിക്കുന്നവരുണ്ട്. നടാഷയുടെ സമ്മതമില്ലാതെ കസിനോയിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഓക്കെ, ഞാൻ തോറ്റുപോയി. നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ആ, മറക്കാതെ വീണ്ടും വരണം കേട്ടോ. പീറ്റർ, ടേബിൾ സെറ്റ് ചെയ്യ്. അത് കൊള്ളാം. ഇത്രയും പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്തോ? ശരിക്കുള്ളൊരു ഗ്യാംബ്ലറിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? നടാഷ മാം, ആന്റണി വരുന്നുണ്ട്. ആന്റണി ഒരു ചുഴലിക്കാറ്റാണ്. അവൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കും. ഈ ചുഴലിക്കാറ്റിനെ തടഞ്ഞു നിർത്തിയേ പറ്റും. വേഗം വാ, നടാഷ മാം വിളിച്ചിരിക്കുക. തീർച്ചയായും ആന്റണിയെ കുറിച്ച് പറയാനായിരിക്കും. നടാഷ മാം, നിങ്ങൾ വിളിച്ചായിരുന്നോ? യെസ്, ആന്റണി വരുന്നുണ്ട്. അവന്റെ റെക്കോർഡ് വെറുതെ കസീനോ ജയിക്കുന്നത് മാത്രമല്ല, അത് നശിപ്പിക്കുന്നത് കൂടിയാ. ഇപ്രാവശ്യം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കസീനോ പ്രൈഡ്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. എന്നോടൊപ്പം നിങ്ങളും കൂടി അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആന്റണി വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകണം. ഇതിലുള്ള കാശ് നിങ്ങൾ എല്ലാവരും പങ്കിട്ടെടുത്തോളൂ. മാം എന്തിനാ പേടിക്കുന്നേ? ഇവിടെയുള്ള എല്ലാരും നിങ്ങളൊപ്പം ഉണ്ട്. ഈ വരുന്ന ആന്റണി എത്ര വലിയ കളിക്കാരനായാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. യെസ് മാം, അവൻ പറഞ്ഞു ശരിയാ. കാസിനോ പ്രൈഡിൽ നല്ല നല്ല കളിക്കാരുണ്ട്. അവൻ നല്ലോണം കളിക്കും, ഞാൻ നല്ലോണം കളിക്കാറുണ്ട്. ഞങ്ങൾ കളിക്കാം. ആന്റണിക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യെസ് മാം. ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ് മാഡം. ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോവില്ല. പിന്നെ ഈ കാശ് ഇത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എനിക്ക് കാശ് വേണം. എടാ ദ്രോഹി, നടാഷ മാമ നിന്നെ റോഡിനോടം വരെ എത്തിച്ചത് നിനക്ക് കാശ് വേണോ അല്ലേ? അന്ന് നടാഷ മാം ഇല്ലായിരുന്നെങ്കിൽ അന്ന് റോഡരികിൽ നീ ചത്തു കിടന്നിരുന്നേനെ. ഹലോ, എനിക്ക് തോന്നുന്നു നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിനക്കൊരു ജോലി തരാം, നീ ചെയ്യൂ. പട്ടിയാണീ പോലും നന്ദി ഉണ്ടാവൂടാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നിർത്ത്, മതി, വിട്ടേക്ക്. പീറ്റർ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ. നടാഷ മാം, നടാഷ മാം, അവൻ എത്തിക്കഴിഞ്ഞു. ആന്റണി ഗോവ സിറ്റിയിലെ ഏറ്റവും പോപ്പുലറായ ഗാംബ്ലർ. ഇന്നുവരെ ആരുടെ മുന്നിലും അവൻ തോറ്റിട്ടില്ല. എല്ലാരും പറയുന്നത് അവൻ തന്റെ കൈകൊണ്ട് ചീട്ടെടുത്ത് കളിച്ചാൽ ഗെയിം മൊത്തം മാറി മറിയുമെന്നാണ്. കസിനോ അവനൊരു സ്ഥലം മാത്രമല്ല, മരണത്തിന്റെ മൈതാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം ഓവർ. വെൽക്കം സർ.
നിങ്ങൾ ഇന്ന് ഏത് ഗെയിമാ കളിക്കാൻ ആഗ്രഹിക്കുന്നത്? ബോസ് ചെറിയ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, വലിയ ഗെയിംസേ കളിക്കുള്ളൂ. നിങ്ങളുടെ ബോസിനെ വിളിക്ക്. ആന്റണി, വെൽക്കം ആന്റണി. വളരെ സന്തോഷം മീറ്റ് ചെയ്ത്. പറയേ, എവിടുന്നാ തുടങ്ങേണ്ടത്? I got my bags full. ഇത്രയ്ക്ക് കാശോ? ഗോവയിലെ ഫൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റനാണ് ധാര. പക്ഷെ കസിനോയിൽ ദിവസവും രാത്രി തോൽക്കുന്നത് പതിവാണ്. അവിടെ ചാമ്പ്യൻ, ഇവിടെ ലൂസർ. ഞങ്ങൾ തയ്യാറാണ്. അടിപൊളി അടിപൊളി അടിപൊളി. പെൺകുട്ടികളായ ഇങ്ങനെ வேணும். ഞാൻ എന്ത് செஞ்சாலும் கொஞ்சம் மாசா தான் செய்வேன். ஒருவேளை இந்த கேம்ல நீ தோத்துட்டா பிரைட்டா மால் மாறி இருக்கிற இந்த கேசினோ டல்லா மார்ச்சரி மாதிரி மாறிடும். എന്തടാ പിച്ചും പേയും പറയുന്നേ? അങ്ങനെ കാസിനോ ക്ലോസ് ആയി പോയ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും? പറയെല്ലാവരും. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഒരുപക്ഷെ നീ തോറ്റുപോയാലോ? அப்படி தோத்ததா சரித்திரமே கிடையாது. നിർത്ത്, മതിയാക്ക്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് തമാശാണെന്നല്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യേ. അപ്പൊ അറിയാം ആരാ ജയിക്കുന്നേ ആരാ തോക്കുന്നേന്ന്. நீ ஸ்பாட்டர்ல இங்க யார் எப்படி விளையாடுறான்னு பாக்குறது தான் உன்னோட வேலை. பட் ஃப்ரம் நவ ஐ வில் பி வாட்சிங் யூ. என் கூட போட்டி போட இங்க ஆம்பளைங்க யாராவது இருக்கீங்களா? இருக்கீங்களா? முதல்ல 3 கார்ட்ஸ்ல இருந்து ஆரம்பிப்போம். மினிமம் 20K. Unlimited meals, baby. ഓക്കേവാ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പക്ഷെ അത് എങ്ങനെ ചക്കരെ? ഞാനിവിടെ ക്യാഷ് വെച്ചത് കണ്ടതല്ലേ? ഹണി ഹണി ഹണി, വേർ ഈസ് യുവർ മണി? ഇവിടെ കൊണ്ടുപോവാ. ഒരു സ്പോട്ടറിന്റെ ഏറ്റവും വലിയ ശത്രു കാൽക്കുലേഷൻ ആണ്. എല്ലാ കാർഡുകളുടെയും കണക്കും മനസ്സിലാകാതിരിക്കാൻ അവർ കാർഡുകൾ നന്നായി ഷഫിൾ ചെയ്യും. അവൻ ഒരു നല്ല പ്ലെയറാ, പക്ഷെ ഒരു നല്ല പ്ലെയറിനെ നല്ല സ്പോട്ടർ ആകാൻ പറ്റും. എന്റെ കർത്താവേ, എന്റെ കാർഡ് മോശം കാർഡാണല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ കാർഡും വന്നിരിക്കുന്നത്. ഇനി ധൈര്യമായി പണം ഇടാം. മൂന്ന് കാർഡും സെയിം കാസ്റ്റ്. പിടിച്ചാ എല്ലാം നമ്മുടെ സൈഡാ. എന്റെ 20,000, എന്റെയും 20,000. ഇനി നിന്റെ ടേൺ. அதுக்குள்ள என்ன அவசரம்?